ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. തത്വബോധം നമുക്ക് തുടർന്ന് വാസുദേവേന്ദ്രയോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. കഴിഞ്ഞ ദിവസം ജീവൻ മുക്തനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു. നനു ജീവൻ മുക്ത കഹ എന്ന് ചോദിച്ചപ്പോ യഥാ ദേഹോഹം പുരുഷോഹം ബ്രാഹ്മണോഹം ശൂദ്രോഹം അസ്മി ഇതി ദൃഢനിശ്ചയസ്തഥാ നാഹം ബ്രാഹ്മണഃ ന ശൂദ്രഃ ന പുരുഷഃ കിന്തു അസംഗഃ സച്ചിദാനന്ദസ്വരൂപഃ പ്രകാശരൂപഃ സർവാന്തര്യാമി ചിതാകാശരൂപോസ്മി ഇതി ദൃഢനിശ്ചയ രൂപോപരോക്ഷജ്ഞാനവാൻ ജീവൻ മുക്തഃ എന്ന് പറഞ്ഞു. അപ്പോ അതില് സർവ അന്തര്യാമി എന്നുള്ള ഭാഗമാണ് നമ്മൾ നന്നായിട്ടൊന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. അപരോക്ഷജ്ഞാനവാനാണ് ജീവൻ മുക്തൻ. പരോക്ഷജ്ഞാനമല്ല, അപരോക്ഷജ്ഞാനമാണ് ജീവൻ മുക്തനുള്ളത് എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ജീവൻ മുക്തനെ കുറിച്ച് പല ഗ്രന്ഥങ്ങളിലും പല ഉപനിഷത്തുകളും പല പല രീതിയിൽ പറയുന്നു. എല്ലാം വന്നു നിൽക്കുന്ന ഒന്നിൽ തന്നെ. ഇവിടെ പറഞ്ഞത് തത്വബോധത്തിലെ ജീവൻ മുക്തനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. ഇനി പറയുന്നു, ബ്രഹ്മൈവ അഹം അസ്മി ഇതി അപരോക്ഷജ്ഞാനേന നിഖില കർമ്മ ബന്ധ വിനിർമുക്തഃ സ്യാത് എന്ന് പറയുന്നു. ബ്രഹ്മൈവ അഹമസ്മി ഇതി അപരോക്ഷജ്ഞാനേന നിഖില കർമ്മ ബന്ധ വിനിർമുക്തഃ സ്യാത് എന്നാണ് അടുത്ത വാചകം വരുന്നത്. വിദേഹമുക്തി, നേരത്തെ ജീവൻ പറഞ്ഞു, വിദേഹമുക്തിയെ കുറിച്ച് പറയാൻ പോകുന്നു. അഹം ബ്രഹ്മ ഏവ അസ്മി, ഞാൻ ബ്രഹ്മമായി തന്നെ ഇരിക്കുന്നു. അഹം ബ്രഹ്മ ഏവ അസ്മി, ഞാൻ ബ്രഹ്മമായി തന്നെ ഇരിക്കുന്നു. അഹം ബ്രഹ്മാസ്മി എന്നുള്ളത്. ഇതി അപരോക്ഷജ്ഞാനേന, അപരോക്ഷജ്ഞാനത്താൽ നിഖില കർമ്മബന്ധ വിനിർമുക്തഃ സ്യാത്, എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചിതനാകുന്നു. എപ്പോൾ? അഹം ബ്രഹ്മാസ്മി എന്ന് സ്വയം തിരിച്ചറിയുമ്പോൾ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തി നേടുന്നു, മോചിതനാകുന്നു. കർമ്മം എന്ന ബന്ധത്തിൽ നിന്ന് മോചിതനാകുന്നു. എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിതനാകുന്നു. ഇവിടെ എല്ലാ കർമ്മങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഒരു സംശയം. എന്താണ് ഈ എല്ലാ കർമ്മവും പറയാൻ കാരണം? നിഖില കർമ്മബന്ധ വിനിർമുക്ത എന്നാ പറഞ്ഞത്. അപ്പോ എന്താണ് എല്ലാ കർമ്മവും? അപ്പൊ ഒരു കർമ്മമല്ല അല്ലെ, പല കർമ്മം എന്നുള്ളൊരു സംഗതി വന്നില്ലേ? അതെന്താണ് എന്ന് പറയുകയാണ്. കർമാണി കതിവിധാനി സന്തി, കർമാണി കതിവിധാനി സന്തി ഇതി ചേത്. എന്തെല്ലാമാണ് കർമ്മങ്ങൾ എന്നാണ് പറയുന്നത്? ആഗാമി സഞ്ചിത പ്രാരബ്ധ ഭേദേന ത്രിവിധാനി സന്തി. ആഗാമി സഞ്ചിത പ്രാരബ്ധ ഭേദേന ത്രിവിധാനി സന്തി. കർമാണി കതിവിധാനി സന്തി ഇതി ചേത് ആഗാമി സഞ്ചിത പ്രാരബ്ധ ഭേദേന ത്രിവിധാനി സന്തി. ജ്ഞാനോൽപത്യനന്തരം ജ്ഞാനി ദേഹകൃതം പുണ്യപാപരൂപം കർമ്മം യദസ്തി. ജ്ഞാനോൽപത്യനന്തരം ജ്ഞാനി ദേഹകൃതം പുണ്യപാപരൂപം കർമ്മം യദസ്തി തദാഗാമി ഇതി അഭിധീയതേ.
വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ജ്ഞാനോത്പത്യനന്തരം ജ്ഞാനി ദേഹകൃതം പുണ്യപാപരൂപം കർമ്മം യതസ്തി തത് ആഗാമി ഇതി അഭിധീയതേ. ഇനി കർമ്മങ്ങൾ ഏതൊക്കെയാണ്? എല്ലാ കർമ്മവും എന്ന് പറഞ്ഞപ്പോ എന്താണ് എല്ലാ കർമ്മം എന്ന് പറയാൻ കാരണം? അതിന്റെ അർത്ഥം ഒരുപാട് കർമ്മമുണ്ട് എന്നല്ലേ? അത് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അതാണ് കർമാണി കതിവിധാനി സന്ധിച്ച്. കർമ്മങ്ങൾ എത്ര വിധം എന്ന് ചോദിച്ചാൽ ആഗാമി സഞ്ചിത പ്രാരബ്ധ ഭേദേന ത്രിവിധാനി സന്ധി. 3 തരം കർമ്മങ്ങളുണ്ട് എന്നിവിടെ ശങ്കരാചാര്യസ്വാമികള് തത്വബോധത്തില് വിശദമായിട്ട് പറയുന്നു. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ 3 വിധ കർമ്മങ്ങളെയും വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ 3 തരം കർമ്മങ്ങളെ മനസ്സിലാക്കിയ ശേഷം ഈ 3 വിധ കർമ്മങ്ങളെയും എങ്ങനെ ജ്ഞാനം ഇതിനെയൊക്കെ എങ്ങനെ ബാധിക്കും? ജ്ഞാനം കൊണ്ട് ഈ 3 കർമ്മങ്ങളിൽ എന്താണ് സംഭവിക്കുക? ഈ കർമ്മബന്ധനങ്ങൾ എങ്ങനെ മാറും? 3 തരം കർമ്മങ്ങളുണ്ട്. ഇതിനെയെല്ലാം ജ്ഞാനം എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ടത് കർമ്മതത്വത്തെ നോക്കണം. കർമ്മ തിയറി എന്താണ്? ഭൂമിയിലെ ഈശ്വര നിർമ്മിതമായ അകർമ്മ തിയറി. ഭഗവാനാണ് ഈ കർമ്മതത്വം ഉണ്ടാക്കിയിരിക്കുന്നത്, വേറെ ആരുമല്ല. കർമ്മതത്വം പ്രകൃതിയിൽ നിലനിൽക്കുന്നത് ഈശ്വര സൃഷ്ടിയാണ്. ഒരു നിയമമുണ്ട്, കർമ്മങ്ങളുടെ ഒരു നിയമം. അതനുസരിച്ചാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ഇത് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വലിയ ഒരു തത്വമാണ്. നമ്മളെല്ലാവരും വളരെ വിശദമായിട്ട് അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യം ആ കർമ്മ തിയറി എന്താണ് പറയുന്നത് എന്ന് നോക്കാം. വളരെ പ്രധാനമാണ്. കാരണം ഭൂരിഭാഗം ആൾക്കാരും കർമ്മതത്വത്തെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കർമ്മ തിയറി ശരിയായിട്ട് അറിഞ്ഞില്ല അല്ലെങ്കിൽ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ മടിയെ ഉണ്ടാക്കും, ക്ഷമയില്ലായ്മയും ഉണ്ടാക്കും. ഈ 2 കാര്യങ്ങളെ ഉണ്ടാക്കും കർമ്മ തിയറി ശരിയായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ. മടിയും ക്ഷമയില്ലായ്മ. പിന്നെ എന്ത് സങ്കടം വന്നാലും അതിനെയെല്ലാം തലവിധി എന്ന് പറഞ്ഞ് അങ്ങ് ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തും. എന്ത് കർമ്മം എന്ത് ശോകം വന്നാലും തലവിധി എന്ന് പറയും. അപ്പൊ സ്വന്തം കർമ്മത്തെ ആ തലവിധിയിൽ അങ്ങോട്ട് കണക്ട് ചെയ്യാതെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്ത് തരം ശോകം ദുഃഖമൊക്കെ വന്നാലും തലവിധി എന്ന് പറഞ്ഞ് അവനവന്റെ ആ പ്രവൃത്തിയെ അതില് കണക്ട് ചെയ്യാതെ സ്വയം പഴയ രീതിയിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോകും. അതാണ് ഈ തിയറി ശരിക്കും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ തെറ്റായിട്ട് മനസ്സിലാക്കിയ ആൾക്കാർ ചെയ്യുന്ന പരിപാടി. തലവിധി എന്ന് പറഞ്ഞാൽ അവനും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. ആ ശോകം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യങ്ങളെ നന്നാക്കാനുള്ള എഫർട്ട് പോലും അവർ ചെയ്യില്ല. അവിടെയാണ് മടി എന്ന് പറയുന്നത്. എഫർട്ട് പോലും തലവിധി എന്ന് പറഞ്ഞിരിക്കും. അത് നന്നാക്കാനോ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടായതാണെന്നോ മനസ്സിലാക്കുന്നില്ല. എല്ലാം തലയിലെഴുതിയ പോലെ നടക്കും എന്നും പറഞ്ഞ് മടി പിടിക്കുകയും ചെയ്യും. ആചാര്യൻ പറയുന്നു, കർമ്മ തിയറി നന്നായിട്ട് മനസ്സിലാക്കിയാൽ, കർമ്മതത്വം നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഇത്രയും നല്ല ഒരു കാര്യം വേറെയില്ല. കാരണം മനസ്സമാധാനം അതിൽ നിന്നുണ്ടാകും, മനപരിവർത്തനം അതിൽ നിന്നുണ്ടാകും, വിവേകത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജസ്വലത അവിടെ വരും. ഇതിനൊക്കെ കർമ്മ തിയറിയെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അതോരോ സ്റ്റെപ്പായിട്ട് വേണം മനസ്സിലാക്കാൻ. ആദ്യമായി ഓരോ കർമ്മത്തിനും ഓരോ റിസൾട്ട് ഉണ്ട് എന്നുള്ളത് നിശ്ചയമാണ്. ഓരോ കർമ്മത്തിനും ഓരോ റിസൾട്ട് ഉണ്ട്.
മനസ്സ്, വാച, കർമ്മണ, എല്ലാം കർമ്മം തന്നെ. മനസ്സുകൊണ്ടുള്ളതും വാക്കുകൊണ്ടുള്ളതും ശരീരം കൊണ്ടുള്ളതും എല്ലാം കർമ്മം തന്നെ. നടക്കല്, ഇരിക്കല്, ചിരിക്കല്, സംസാരിക്കല് എല്ലാം കർമ്മങ്ങളാണ്. അതിനെല്ലാത്തിനും ഫലവുമുണ്ട്. ഓരോ ആക്ഷനും ഫലം ഉറപ്പാണ്. അത് പല ഇംഗ്ലീഷിലൊക്കെ പല വേർഡ്സിലൊക്കെ പറയാറുണ്ട്. എവരി ആക്ഷൻ ഹാസ് റിയാക്ഷൻ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പോ ഒരു റിസൾട്ട് ഉണ്ട് എന്നുള്ളത് നിശ്ചയമാണ്. ഏതിനും ഒരു റിസൾട്ട് ഉണ്ട്. ചുമ്മാ ഇരുന്നാലോ അത് കാലത്തെ വേസ്റ്റ് ആക്കൽ എന്ന് പറയും. ആ കർമ്മം എന്താണ്? കാലത്തെ വേസ്റ്റ് ആക്കുന്ന കർമ്മം. അപ്പൊ കായികം, വാചികം, മാനസം എല്ലാത്തിനും റിസൾട്ട് ഉണ്ട്. രണ്ടാമതായിട്ട് റിസൾട്ടിനെ, ആ ഉണ്ടാകുന്ന റിസൾട്ടിനെ, ഓരോ കർമ്മം കൊണ്ടും ഉണ്ടാകുന്ന റിസൾട്ടിനെ രണ്ടായിട്ട് പിരിക്കുന്നു. ഒന്ന് ദൃഷ്ടബലം, രണ്ട് അദൃഷ്ടബലം. വളരെ നന്നായിട്ട് നമ്മൾ ഉള്ളിൽ മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന് ദൃഷ്ടബലം, രണ്ട് അദൃഷ്ടബലം. ഓരോ കർമ്മത്തിനും റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ദൃഷ്ടബലം, രണ്ടാമത്തേത് അദൃഷ്ടബലം. കണ്ണിന് കാണുന്ന പ്രയോജനത്തെ തരുന്നതിനെ ദൃഷ്ടബലം എന്ന് പറയും. നമ്മൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു കർമ്മത്തിന്റെ ഫലം, ഒരു പ്രവൃത്തിയുടെ ഫലം, അതിനെ ദൃഷ്ടബലം എന്ന് പറയും. കണ്ണിന് കാണാത്ത പ്രയോജനം ഓരോ കർമ്മത്തിനും ഉണ്ടാകും. അതിനെ അദൃഷ്ടഫലം എന്ന് പറയും. അപ്പോ ദൃഷ്ടബലം, അദൃഷ്ടബലം, അറിയുന്നതും അറിയാത്തതുമായ ഫലങ്ങൾ രണ്ടും ഉണ്ടാവും. ഒന്നിനെ നമുക്ക് ഇമ്മീഡിയറ്റ് അറിയാൻ പറ്റും, ഒന്ന് ആ സമയം അറിയാൻ പറ്റില്ല. പക്ഷെ പിന്നീട് വരുമ്പോഴും നമ്മൾ ഇതാണ് എന്നറിയുന്നില്ല. ഒരാള് ഇപ്പോ പണം ദാനം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരാൾക്കൊരു 100 രൂപ കൊടുത്തു. അപ്പൊ ഒരു കർമ്മമാണ് അവിടെ നടക്കുന്നത്, ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് 100 രൂപ ഒരാൾക്ക് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ദൃഷ്ടബലം എന്താണ്? നേരിട്ട് നമുക്ക് അപ്പൊ അറിയാൻ പറ്റുന്ന ഫലം എന്താണ്? എന്റെ കയ്യിൽ 100 രൂപ കുറയുന്നു, മറ്റേ ആളുടെ കയ്യിൽ 100 രൂപ കിട്ടുന്നു, അഥവാ അവിടെ കൂടുന്നു. ഒരാളുടെ കയ്യിൽ കുറയുന്നു, ഒരാളുടെ കയ്യിൽ കൂടുന്നു. ഇതാ ദാനം കൊണ്ട് ഉണ്ടാകുന്ന ദൃഷ്ടഫലമാണ്. മറ്റേ ആളുടെ കയ്യിൽ 100 രൂപ കൂടി, നമ്മുടെ കയ്യിൽ 100 രൂപ കുറഞ്ഞു. അപ്പൊ ഈ ദാനം എന്ന പ്രവൃത്തിക്ക് ഒരു അദൃഷ്ട ഫലം ഉണ്ട്. ശാസ്ത്രം അദൃഷ്ടഫലത്തെ പറയുന്നുണ്ട്. ദാനത്തിനൊക്കെ അദൃഷ്ടഫലമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ദാനം ചെയ്യുന്നത്. അപ്പോ ദാനത്തിന് അദൃഷ്ടഫലമുണ്ട്. അതിനെ രണ്ടായി പിരിക്കുന്നുണ്ട്. അദൃഷ്ടഫലങ്ങളെ മൊത്തത്തിൽ രണ്ടായിട്ട് പിരിക്കാം. പാപം എന്നും പുണ്യം എന്നും. രണ്ടു തരം, പാപമായിട്ടും പുണ്യമായിട്ടും അദൃഷ്ടഫലം ഉണ്ടാകും ഓരോ കർമ്മത്തിനും, അതായത് ഓരോ പ്രവൃത്തിക്കും. അപ്പൊ ഈ പറഞ്ഞ ഉദാഹരണത്തില് അദൃഷ്ടഫലം എന്താണെന്നാണ് ശാസ്ത്രം പറയുന്നത്? ദാനം നൽകുമ്പോൾ അതിന് പുണ്യം എന്ന് പറയും. ദാനം നൽകുമ്പോൾ ഉണ്ടാകുന്നത് പുണ്യം. അപ്പോ ദൃഷ്ടഫലം ഒരു ലോസ് ആണ് അല്ലെ. നമ്മുടെ കയ്യിൽ നിന്ന് 100 രൂപ കുറഞ്ഞു, നമ്മുടെ കയ്യിൽ നിന്ന് പോയി ദാനമായിട്ട് അപ്പുറത്തേക്ക് കൊടുത്തു, നമ്മുടെ കയ്യിൽ കുറഞ്ഞു, അതൊരു ലോസ് ആണ്. അദൃഷ്ടഫലമോ ഒരു പ്രോഫിറ്റ് ആണ്, കാരണം പുണ്യമാണ്. അദൃഷ്ടഫലം പുണ്യമാണ്. അപ്പൊ പുണ്യപാപങ്ങള് അദൃഷ്ടമാണ്. അദൃഷ്ടഫലത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ശാസ്ത്രം പഠിച്ചാലേ പറ്റും. അദൃഷ്ടഫലത്തെ കൂടുതൽ അറിയണമെങ്കിൽ ശാസ്ത്ര സഹായം വേണം. ഇപ്പോ പാപം എന്ന് പറഞ്ഞൊരു കാര്യം നോക്കാം. അദൃഷ്ടഫലത്തിന്റെ ഒന്നാണ് പാപം. പുണ്യം നമ്മളിപ്പോ പറഞ്ഞു, ദാനം കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന അദൃഷ്ടഫലം പുണ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രങ്ങളിൽ. അതേപോലെ പാപം, വേറൊരാളുടെ 100 രൂപ മോഷ്ടിച്ചു. ദൃഷ്ടഫലം എന്താണ്? മോഷ്ടിക്കുമ്പോൾ നമുക്ക് 100 രൂപ കിട്ടി, വേറൊരാളുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് നല്ല സൗകര്യമായി 100 രൂപ നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോ നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കൂടുതൽ ഉണ്ടായി ആ 100 രൂപയെ ഉപയോഗിച്ച് നമുക്ക് ഒത്തിരി സാധനങ്ങൾ മേടിക്കാം, നമ്മൾ അങ്ങനെ ഹാപ്പിയായി. അപ്പോ അദൃഷ്ടഫലം എന്താണ് ശരിക്കും അതിന് സംഭവിക്കുക? ഒരാളുടെ മോഷ്ടിച്ചിരിക്കുകയാണ്, വേറൊരാളുടെ അധ്വാനിച്ച പണത്തെ മോഷ്ടിച്ചിരിക്കുകയാണ്.
അപ്പൊ ശാസ്ത്രം അവിടെ പറയുന്നു അങ്ങനെ വേറൊരാളുടെ സ്വത്തിനെ അപഹരിക്കുന്നതും ഒക്കെ പാപത്തെ പ്രദാനം ചെയ്യും എന്ന്. അദൃഷ്ടബലം പാപമുണ്ട്. അതേപോലെ പ്രാർത്ഥന ചെയ്ത് ഭക്ഷണം കഴിച്ചാൽ, അപ്പൊ നമ്മള് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈശ്വരനെ പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ചാൽ രണ്ട് കാര്യം നടക്കും. ഒന്ന്, വയറ് നിറയും. പിന്നെയോ ആ ഭജനം കൊണ്ട്, ഈശ്വര ഭജനം കൊണ്ട് ഒരു പുണ്യവും അവിടെ സമ്പാദിക്കപ്പെടും. അവിടെ രണ്ടും ഗെയിന. വയറ് നിറയുകയും ചെയ്തു, പ്രാർത്ഥനയുടെ ഫലമായിട്ട് അദൃഷ്ടഫലമായിട്ടൊരു പുണ്യം ഉണ്ടാവുകയും ചെയ്തു. രണ്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നു. ചില കർമ്മങ്ങളിൽ അങ്ങനെ വരും. ചില കർമ്മങ്ങളിൽ ഒരു പാപവും ഒരു പുണ്യവുമായിട്ട്, ഒരു പാപവും ഒരു ഗെയിനുമായിട്ട് നിൽക്കും. ചിലതില് ഒരു ലോസും ഒരു പുണ്യവുമായിട്ട് നിൽക്കും. അങ്ങനെ കർമ്മങ്ങൾ എന്തായാലും എല്ലാ കർമ്മത്തിലും ദൃഷ്ടവും അദൃഷ്ടവും ഉണ്ട്. നമ്മൾ സാധാരണ എന്താ പറയാ, നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഒരു ഗെയിൻ ഉണ്ടായാൽ അതിനെ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയും. നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഒരു ലാഭം ഉണ്ടായാൽ അതിനെ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയും. നമ്മുടെ എക്സ്പെക്ടേഷൻ ഒരു 25,000 രൂപയുടെ ലാഭമായിരുന്നു ഒരു കർമ്മത്തിൽ എന്ന് വിചാരിക്കുക. ചെറിയ ബിസിനസ്സിൽ ഈ മാസം 25,000 രൂപ ലാഭം കിട്ടും എന്ന് വിചാരിച്ചു. അപ്പൊ 25,000 രൂപ ലാഭം കിട്ടി. അപ്പൊ നമ്മൾ എന്ത് പറയും? 25,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായി എന്ന് പറയും. അതേസമയം 25,000 രൂപ ലാഭം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ 15,000 രൂപയെ ലാഭം ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മളൊരു വാക്ക് പറയും, ലോസ് ഇൻ പ്രോഫിറ്റ് എന്ന് പറയും. ആ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. 15,000 രൂപ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അയാൾക്ക് സമാധാനമാവണമെങ്കിൽ 25,000 രൂപ കിട്ടേണ്ട സ്ഥലത്ത് എനിക്ക് 15,000 കിട്ടിയുള്ളൂ. പ്രോഫിറ്റ്, അതായത് ലോസ് ഇൻ പ്രോഫിറ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കും. എന്നാൽ അത് ഏതിന്റെ ബേസിലാണ് അയാൾ അങ്ങനെ പറയണേ? എന്ത് ബേസിലാണ് അങ്ങനെ പറയാൻ കാരണം? അദൃഷ്ടബലം, പാപവും പുണ്യവും അദൃഷ്ടബലത്തിലുണ്ട്. അപ്പോ ആ മാറ്റത്തിന് എന്താണ് ആധാരം? എന്ത് റൂളാണ്? ഇങ്ങനെയൊക്കെ ഈ കർമ്മങ്ങളിലെ ഈ അദൃഷ്ടത്തെ പല രീതിയിൽ പറയുന്നതിന്റെ ഒരു റൂൾ എന്താണ്? ബേസ് എന്താണ്? എന്ത് ബേസിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അദൃഷ്ടബലം പാപവും പുണ്യവും ആകുന്നത് എന്തിന്റെ ബേസിൽ? അതിന്റെ ആധാരം എന്താ? അങ്ങനെ മാറുന്നതിനൊരു ആധാരമാണുള്ളത്. എന്താണ് ബേസിക് റൂൾ? എന്താണ് അത്? അദൃഷ്ടമായ നമ്മുടെ ഭാവനയില്, അതായത് കണ്ണിന് കാണാൻ പറ്റാത്ത ഭാവനയിൽ അദൃഷ്ടബലം ഉണ്ടാവുന്നു. ഇപ്പോ ഒരു ഡോക്ടർ ഒരു രോഗിയെ നല്ല രീതിയിൽ നോക്കുന്നു, പരിശോധിക്കുന്നു, ഒരു ഓപ്പറേഷനൊക്കെ ഫിക്സ് ചെയ്യുന്നു, ഓപ്പറേഷൻ നടത്തുന്നു. നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല ഭാവനയിൽ തന്നെയാണ് ചെയ്തത്. എങ്ങനെയെങ്കിലും ഇയാൾ രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തത്. പക്ഷേ രോഗി മരിക്കുന്നു. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ അദൃഷ്ടഫലം എന്താണ്? നല്ല രീതിയിലാണ് രോഗിയെ നോക്കിയത്, വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് ഓപ്പറേഷൻ ചെയ്തത്, പക്ഷേ രോഗി മരിച്ചു. ഇവിടെ ഭാവന എന്താണ്? അയാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളതായിരുന്നു ഡോക്ടറുടെ ഭാവന. അപ്പോ അദൃഷ്ടഫലം ഇവിടെ പുണ്യമാണ്. നമ്മൾ നോക്കുമ്പോൾ, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴോ രോഗി മരിച്ചു, അയ്യോ അങ്ങേർക്ക് അതിന്റെ പാപം കിട്ടുമോ നമ്മൾ വിചാരിക്കും. ഒരിക്കലും അങ്ങനെയല്ല. ഭാവനയാണ് ഇവിടെ അദൃഷ്ടഫലത്തെ നിശ്ചയിക്കുന്നത്. അപ്പോൾ അദൃഷ്ടഫലം അദ്ദേഹത്തിന് പുണ്യം കൊടുക്കും. കാരണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞാണ് ആ കർമ്മം നിർവഹിക്കപ്പെട്ടത്. അതേസമയം ചില സ്ഥലങ്ങളിൽ ചെറിയ ഒരു അസുഖമായിട്ട് പോയാൽ തന്നെ ആ ആശുപത്രിയിൽ ഉള്ള ടെസ്റ്റുകൾ മുഴുവൻ എഴുതി അവരുടെ കയ്യിൽ നിന്ന് ഊറ്റിയെടുക്കാവുന്ന സമ്പത്ത് മുഴുവൻ
പല പല രീതിയിൽ അവിടെ നിന്ന് അധികാരികൾ ഡോക്ടർമാരുടെ ഒത്താശയോട് കൂടിയിട്ട് ഹോസ്പിറ്റലുകാർ കൈക്കലാക്കും. അവിടെ എന്താണ് അദൃഷ്ടഫലം? അവിടെ പാപമാണ് അദൃഷ്ടഫലം. ആരൊക്കെയാണോ അതിന് കൂട്ടു നിൽക്കുന്നത്, ഒരു രോഗിയെ പിഴിഞ്ഞ് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ മേടിക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അവിടെ അദൃഷ്ടഫലം പാപമാണ്. ഇനി ഈ പുണ്യപാപങ്ങള് വെളിപ്പെടുന്നത് എങ്ങനെ? അങ്ങനെ ഒരു ചോദ്യം വരുമല്ലോ. ശരിയാണ്, സമ്മതിച്ചു, അദൃഷ്ടമായിട്ട് പാപം പുണ്യമൊക്കെ ഉണ്ടെന്നൊക്കെ സമ്മതിച്ചു. ഇതെങ്ങനെ വെളിപ്പെടുന്നു? ഇതെങ്ങനെയൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുക? അതാണ് പറയുന്നത്. ശാസ്ത്രം പറയുന്നു, പുണ്യം സുഖം തരുന്ന രീതിയിൽ പ്രവർത്തിച്ച് തീരുന്നു. പുണ്യം എപ്പോഴും സുഖം, നമുക്ക് സുഖം എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ഇന്ദ്രിയ സുഖങ്ങളെ എല്ലാം തന്ന്, അതാണല്ലോ ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്ദ്രിയ സുഖമാണ്. ആധ്യാത്മിക സുഖം അല്ലെങ്കിൽ ആത്മാവിന്റെ സുഖം, ആനന്ദം എന്നൊക്കെ ഉള്ളത് വളരെ എന്താ പറയാ, കോടിക്കണക്കിന് ആൾക്കാരിൽ പോലും ഒരാളുണ്ടോ എന്നുള്ള സംശയം. സാധാരണ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ സുഖം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, സമ്പത്ത്, ശാരീരിക ആരോഗ്യങ്ങള്, നല്ല സിറ്റുവേഷൻസ്, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് പുണ്യമാണ് ഇത് നേടിത്തരുന്നത്. പുണ്യമാണ് സുഖമായിട്ട് നമുക്ക് ഭവിക്കുന്നത്. പാപമോ? പാപം നമുക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ശോകങ്ങൾ, പലതരത്തിലുള്ള ദുഃഖങ്ങൾ, ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അദൃഷ്ടഫലമായ പാപമാണ്. അപ്പൊ നമുക്ക് ലഭിക്കുന്ന സുഖദുഃഖങ്ങൾ നമ്മുടെ അദൃഷ്ട പാപ പുണ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത് എന്ന് ശാസ്ത്രം അടിവരയിട്ട് പറയുന്നുണ്ട്. നാം നിരന്തരമായ കർമ്മത്തിലൂടെ ധാരാളം അദൃഷ്ട പാപ പുണ്യങ്ങളെ ചേർത്ത് വെച്ചിട്ടുണ്ട്. എത്രയോ ജന്മങ്ങളില് ഇങ്ങനെ കർമ്മം ചെയ്ത് അതിൻ്റെ എല്ലാം അദൃഷ്ടങ്ങളെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ദൃഷ്ടങ്ങൾ അപ്പപ്പ കണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോൾ ദൃഷ്ടം അപ്പ വരും, അടുത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ ദൃഷ്ടഫലങ്ങൾ വരും. ദൃഷ്ടഫലങ്ങൾ അപ്പപ്പ കണ്ടു തീർന്നു. അദൃഷ്ടഫലങ്ങൾ അവിടെ ബാക്കി നിൽക്കും. അത് ഏത് സമയത്താണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അത് നിശ്ചയിക്കുന്നത് ആ സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്. ആരാണോ ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ശക്തി തന്നെയാണ് അതെപ്പോൾ വെളിപ്പെടണം എന്ന് തീരുമാനിക്കും. അപ്പോ നമ്മൾ ധാരാളം അദൃഷ്ടഫലം ചേർത്ത് വെച്ചിട്ടുണ്ട്, ഓരോന്നിനും ഉണ്ടല്ലോ. അതുകൊണ്ട് എത്രയോ ജന്മങ്ങള് നമ്മൾ മുന്നോട്ട് വന്നപ്പോ ആ ജന്മങ്ങളിലെല്ലാം അദൃഷ്ടഫലങ്ങളെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അവ എപ്പോ എങ്ങനെ നമുക്ക് കിട്ടും, ഏത് പാപം ഏത് പുണ്യം എപ്പോൾ വെളിപ്പെടും എന്ന് വ്യക്തമായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. ശാസ്ത്രത്തിലും വ്യക്തമായിട്ട് അതിനൊരു മറുപടിയുമില്ല എപ്പോൾ എന്നുള്ളതിന്. ഇത് കാരണം നമ്മൾ ചെയ്ത പാപപുണ്യങ്ങള് നമ്മുടെ അന്ധക്കരണത്തിൽ അതായത് മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം, ഇത് നാലും കയറിയതാണ് അന്ധക്കരണം. അന്ധകരണം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഇൻസ്ട്രുമെന്റ്സ്. കരണം എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയാം. അന്ധ എന്നുള്ളതിന് അകത്ത്. അന്ധകരണം, അകത്തുള്ള ഇൻസ്ട്രുമെന്റ്സ്. എന്താണ് അകത്തുള്ള ഇൻസ്ട്രുമെന്റ്സ്? കയ്യ, കാല്, ചെവി, മൂക്കൊക്കെ നമുക്ക് പുറത്ത് കാണാം. ഈ ഇൻസ്ട്രുമെന്റ്സിനൊക്കെ നമുക്ക് പുറത്ത് കാണാം. അകത്ത് കാണാൻ പറ്റാത്ത ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അവരാണ് മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം. ഈ നാലെണ്ണം നമുക്ക് കാണാൻ പറ്റില്ല. അതിനെയാണ് അന്ധകരണങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതാ. അപ്പോ കാരണ ശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, ഇത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു നേരത്തെ. ഇതിലെ കാരണ ശരീരത്തില്, ഈ അന്ധകരണത്തില്, കാരണ ശരീരത്തില് ഈ ചെയ്ത പാപപുണ്യങ്ങളുടെ അദൃഷ്ടഫലങ്ങൾ ഇരിപ്പുണ്ട്. എല്ലാം വിത്തായിട്ടാണ് അവിടെ ഇരിക്കുന്നത്, ബീജമായിട്ട് അവിടെ ഇരിക്കുന്നത്. ഇത് മുഴുവൻ ബീജമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, വിത്തായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. സമയം വരുമ്പോൾ അത് മുളയ്ക്കും. അപ്പോ ഒരു ജീവനിൽ ഇത് മുഴുവനുണ്ട്. ജീവന്റെ ഉത്ഭവമൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഒരു ജീവനില് കാരണ ശരീരത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പൊ കാരണ ശരീരത്തിൽ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് കാരണ ശരീരം എന്ന് പേരും. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ കാരണം. ഒരു ജന്മത്തിന് കാരണമായതുകൊണ്ടാണ് അതിനെ കാരണ ശരീരം എന്ന് പറയുന്നത്. അപ്പോ പാപപുണ്യ സമ്പാദനം മനുഷ്യജന്മത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മള് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യജന്മത്തിന്റെ വാല്യൂ. എല്ലാവരും പറയും മനുഷ്യജന്മം സുഹൃതം ചെയ്യണം മനുഷ്യജന്മം കിട്ടാൻ.
ഇതുപോലൊരു ജന്മം നമുക്ക് കിട്ടിയത് നമ്മുടെ പരമഭാഗ്യമാണ്. എല്ലാ ജന്മങ്ങളിലും വെച്ചിട്ട് ഏറ്റവും മഹത്തായ ജന്മമാണ് മനുഷ്യജന്മം എന്ന് പറയും. പക്ഷെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോയി ചിന്തിച്ച് നോക്കാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേന്ന് നോക്കാറില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഈ സുഖാനുഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സുഖം അനുഭവിക്കാം, അതുകൊണ്ടാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് എന്നൊരു സാധാരണ ഒരു തോന്നലുണ്ട്. അതല്ലാതെ ഈ ഒരു കാര്യം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പുണ്യപാപ സമ്പാദനം എന്നുള്ളൊരു ഒരു പ്രക്രിയ. ഒരു കർമ്മം ചെയ്ത് പുണ്യം സമ്പാദിക്കുക അല്ലെങ്കിൽ പാപമുണ്ടാവുക എന്നുള്ള ഒരു നിയമം മനുഷ്യജന്മത്തിന് മാത്രമേ ബാധകമാവൂ. ഇപ്പോ നമ്മൾ കാണാൻ ചിലപ്പോൾ ടി വിയിലൊക്കെ നമ്മൾ മൊബൈലിലൊക്കെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഒരു പാവം മാനുകൾ ഇങ്ങനെ മെഞ്ഞുകൊണ്ട് നടക്കുന്നു. നമ്മുടെ നോട്ടത്തിലുള്ള ഒരു ക്രൂരനായ ഒരു പുലി ചെന്ന് ചാടി പിടിച്ച് മാനിനെ കടിച്ച് തിന്നുന്നു. നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? പാവം മാൻ, ക്രൂരനായ പുലി. പക്ഷെ ശരിക്കും എന്താണ്? ശരിയായിട്ട് നമ്മൾ ആത്മീയ വഴിക്ക് പോകുന്നവർ ചിന്തിച്ചാൽ എന്താണ്? ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോ തരം ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഭഗവാൻ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതേമാതിരി അവരുടെ ചിന്ത, ഇപ്പോ പുലിയുടെ ബ്രെയിനിൽ എന്താ വെച്ചാൽ ഈ കാണുന്നതാണ് ഈ മാൻ എന്ന് പറയുന്ന ഈ സംഗതി നിന്റെ ഭക്ഷണമാണ്. അങ്ങനത്തെ ഓരോരോ കാര്യങ്ങള് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് അതിൽ നിന്ന് ഒരു തരത്തിലും മാറാൻ പറ്റില്ല. അത് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടാണ് അവർ പ്രവർത്തിക്കുക. അവരുടെ ഉള്ളിൽ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് ഡിസ്ക്രിമിനേറ്റീവ് പവർ ഉപയോഗിക്കാൻ പറ്റില്ല ഈ കാര്യത്തിൽ. വേറെ ചില കാര്യങ്ങൾ കണ്ടേക്കാം, പക്ഷെ അവർക്ക് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഭക്ഷണം മുതലായ കാര്യങ്ങളിൽ അവർക്ക് അവരുടെ ഭക്ഷണങ്ങൾ ഇന്നതൊക്കെയാണെന്ന് അവരുടെ ഉള്ളിലുണ്ട്. അത് നമുക്ക് കാണാം, നേച്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം. അതിൽ നിന്ന് മാറി അവർ പ്രവർത്തിക്കാറില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ അവർക്ക് മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് പാപമില്ല. ഒരു പാവമായൊരു മാനിനെ പിടിച്ചു തിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനിപ്പോ പാപമൊന്നുമില്ല. നമുക്ക് സാധാരണ എനിക്ക് തോന്നും എന്ത് പാപം അവരൊക്കെ വലിച്ചു കൂട്ടുന്നതെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അവർക്ക് പാപമൊന്നുമില്ല. മനുഷ്യനല്ലാതെ വേറൊരു ജീവിക്കും അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ പാപമോ പുണ്യമോ ഇല്ല. ഇത് ശാസ്ത്രം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യജന്മത്തിൽ മാത്രമേ പാപവും പുണ്യവും വരുള്ളൂ. കാരണം ചോയ്സ് ഉണ്ട് അവിടെ. കാരണം ചോയ്സ്, നമ്മള് തത്വബോധം പഠിക്കുമ്പോൾ ആദ്യം പഠിച്ച ഈ സംഭവം ചോയ്സ് ഉണ്ട്. മനുഷ്യജന്മത്തില് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ചോയ്സ് ഉണ്ട്. മുമ്പിൽ രണ്ടും കാണും, നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. എന്താണ് നല്ലത് എന്ന് വേദം പറഞ്ഞു തന്നിട്ടുണ്ട്, എന്താണ് ചീത്ത ചെയ്യാൻ പാടില്ലാത്തത് എന്നും വേദം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെയാണ് വേദത്തിന്റെ പ്രത്യേകത. വേദം എന്നാൽ അറിവ്, അറിവ് എന്ന് എല്ലാവരും പറയും. വേദം അറിവാണ്, അറിവാണ്. അവിടെ അല്ല അതിന്റെ കാര്യം. അറിവ് ചുമ്മാ അറിവല്ല. അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ള സനാതന ധർമ്മത്തിന്റെ ചുവട് അവിടെ കിടക്കുന്നത്, വേദത്തിലാണ് കിടക്കുന്നത്. ആരെയും വേദനിപ്പിക്കാതിരിക്കുക, അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോ അതിനെ ധർമ്മപരമായ ജീവിതം എന്ന് പറയും. വേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ അത് ധർമ്മ ജീവിതമായിരിക്കും. വേദത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ അത് അധർമ്മമായിരിക്കും. അപ്പൊ ധർമ്മമായി ജീവിക്കുമ്പോൾ പുണ്യമുണ്ടാവുകയും അധർമ്മപരമായി ജീവിക്കുമ്പോൾ പാപമുണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇവിടെ ധർമ്മപരമായിട്ട് പോണോ അധർമ്മപരമായിട്ട് പോണോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള ആ സ്വാതന്ത്ര്യം ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഈശ്വരൻ മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തില് ഒരു ഡോക്ടർ ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു. അതേസമയം വേറൊരു സ്ഥലത്ത് ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് എന്തുമാത്രം വഹിക്കാവോ അത് മുഴുവൻ വഹിച്ച് അയാളെ ഉപദ്രവിക്കുന്നു, അയാളെ ബുദ്ധിമുട്ടിക്കുന്നു, അയാളെ കഷ്ടപ്പെടുത്തുന്നു. അപ്പൊ ഇത് ഒരെണ്ണം ധർമ്മം, ഒരെണ്ണം അധർമ്മം, ഒരെണ്ണത്തിന് പുണ്യം, ഒരെണ്ണത്തിന് പാപം. അപ്പൊ ഇത് രണ്ടും ചെയ്യുന്നത് മനുഷ്യൻ തന്നെ. അപ്പൊ മനുഷ്യന് മാത്രമേ ആ ഒരു അതേമാതിരി പരിവർത്തനം ചെയ്യാനുള്ള കഴിവ് അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. മനുഷ്യനെ ഒരു രീതിയിൽ, ഇപ്പൊ ഞാൻ 25 വയസ്സ് വരെ ജീവിച്ച രീതിയിൽ നിന്ന് അതിൽ കുറെ തെറ്റുകളുണ്ട്,
അത് കുറെ പാപങ്ങൾ എനിക്ക് തരുന്നു, ഞാൻ അറിയുന്നില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായപ്പോൾ പല ഗ്രന്ഥങ്ങളും വായിച്ചു, പല ഗുരുനാഥന്മാരുടെ ഉപദേശങ്ങളും കേട്ടു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ നടക്കുന്ന വഴി ശരിയല്ല, അത് പാപത്തെ സമ്പാദിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അത് നിർത്തി പുതിയ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള, ആ പരിവർത്തനത്തിനുള്ള, സഞ്ചരിച്ചു പോകാനുള്ള ഒരു കഴിവ് നമുക്ക് അവിടെ ഉണ്ട്. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മാറി പുതിയ വഴിയിൽ കൂടെ സഞ്ചരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. സ്വയം പരിവർത്തനത്തിന് വിധേയനാകാൻ സാധിക്കുന്ന ജന്മമാണ് മനുഷ്യ ജന്മം. അപ്പോ മനുഷ്യജന്മത്തിൽ മാത്രമേ പാപ പുണ്യ സമ്പാദനം നടക്കുകയുള്ളൂ. അതായത് കർമ്മത്തെ, ഏത് കർമ്മം വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യജന്മത്തിൽ മാത്രം, ചോയ്സ് മനുഷ്യജന്മത്തിൽ മാത്രം. ഈ ശരീരം ഉപേക്ഷിച്ച ശേഷം അടുത്ത ജന്മം ഉണ്ടാകുന്നത് നമ്മൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന പാപപുണ്യങ്ങളിൽ നിന്ന്, നമ്മൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന പാപപുണ്യങ്ങളിൽ നിന്ന് ശക്തമായ ചിലതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ പാപപുണ്യങ്ങൾ ഒരുപാട് നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അതില് ചിലത് ശക്തമായതും ബലമായതും ചിലത് ബലഹീനവുമുണ്ട്. ബലമായതുണ്ട്, ബലഹീനമായതും. അപ്പൊ ബലമായിട്ടുള്ള, ശക്തമായിട്ടുള്ള ചിലവയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ജന്മം ഉണ്ടാകുന്നത്. ഈ പ്രോസസ്സില് പുണ്യം കൂടുതലാണെങ്കിൽ കൂടുതൽ സുഖം അനുഭവിക്കാവുന്ന സാഹചര്യത്തില്, അപ്പൊ എന്തൊക്കെയാണ് സുഖം അനുഭവിക്കാനുള്ള സാഹചര്യം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. സുഖം അനുഭവിക്കണമെങ്കിൽ നല്ല ശരീരം വേണം, നല്ല ഇന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെയോ അത് മാത്രം മതിയോ? സുഖം എന്തിൽ നിന്നാണോ ലഭിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ വസ്തുവകകൾ, ഭക്ഷണമായിട്ടും പാർപ്പിടമായിട്ടും പിന്നെന്താ ധനമായിട്ടും മറ്റു പല ഐശ്വര്യങ്ങളായിട്ടും ആ വസ്തുവകകൾ നമുക്ക് കിട്ടണം. അപ്പൊ 2. പിന്നെ മൂന്നാമത് എന്താ? നല്ല ആരോഗ്യമുണ്ട്, നല്ല ശരീരമുണ്ട്, നല്ല ഇന്ദ്രിയങ്ങളുണ്ട്, വസ്തുക്കളും ഉണ്ട്. പക്ഷെ ആ നമ്മള് ജീവിക്കുന്ന സാഹചര്യം, ആ സാഹചര്യം ഇതിന് അനുകൂലമല്ലെങ്കിൽ, അതായത് ഒന്ന് ഭയങ്കര കള്ളന്മാരുടെ ശല്യം, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടാൽ എല്ലാം പിടിച്ചു പറിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ കോവിഡ് പോലത്തെ മഹാമാരികള് ഇരിക്കുന്നു. കോവിഡ് സമയത്ത് എല്ലാ സൗകര്യവും ഉണ്ടെങ്കിലും ശരിക്കത് അനുഭവിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ലല്ലോ. അതുപോലെ മഹാമാരികളൊക്കെ വരുമ്പോ എന്ത് സൗകര്യം ഉണ്ടെങ്കിലും ഇതൊന്നും അനുഭവിക്കാൻ പറ്റില്ല. അപ്പൊ സാഹചര്യവും കൂടെ നന്നാണ്. 3 കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. ശാരീരികമായിട്ട് സുഖമുണ്ടാകണം, ശരീരം നല്ല ശരീരമായിരിക്കണം, സുഖം പ്രദാനം ചെയ്യുന്ന വസ്തുക്കൾ ലഭ്യമാകണം, ഇവയെ എന്താ പറയാ, ഒരു ബന്ധപ്പെടുത്തുന്ന, സംബന്ധമുണ്ടാക്കുന്ന, ഇതിനെല്ലാം സംബന്ധമുണ്ടാക്കുന്ന സാഹചര്യവും കൂടെ അവിടെ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ സുഖം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോ കൂടുതലായിട്ട് പുണ്യമുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും, ആ ഒരു സ്ഥലത്തിലായിരിക്കും വന്ന് ജനിക്കുന്നതും മുന്നോട്ട് നീങ്ങുന്നതും. അപ്പൊ നല്ല ശരീരം ലഭിക്കും, നല്ല ഭക്ഷണം ലഭിക്കും, മത്സ്യ വസ്തുക്കൾ ലഭിക്കും, എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടാവും. പാപം കൂടുതലാണെങ്കിലാണ് മൃഗയോനിയിൽ പോയി ജനിക്കുന്നത്. അവിടെ ചോയ്സ് ഇല്ലാതെ ഉണ്ടാവും. ആദ്യത്തെ പ്രശ്നം ചോയ്സ് ഇല്ലാതെ ഉണ്ടാവും. അപ്പൊ ആ പാപം എത്രയുണ്ടോ അത് അനുഭവിച്ച് തീരുന്നിടം കാലം ആ മൃഗയോനിയിലോ അല്ലെങ്കിൽ വൃക്ഷമായിട്ടോ ഒക്കെ നിന്ന് ആ സമയം അങ്ങ് തീരും. പക്ഷെ അവിടെ ഒരു ഗുണം എന്താ വെച്ചാൽ പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യപ്പെടത്തില്ല. അവിടുത്തെ ഒരു ഗുണം അത് തീരുന്നിടം വരെ, പാപം തീരുന്നിടം വരെ അങ്ങനെ നിന്നിട്ട് പിന്നെ മനുഷ്യജന്മത്തിലേക്ക് വരും. കാരണം അവർക്ക് ഇന്ദ്രിയങ്ങൾ കുറവാണ്. അവർക്ക് ഇന്ദ്രിയങ്ങൾ കുറവാണ്. മനുഷ്യന്റെ അത്രയും ഇന്ദ്രിയങ്ങൾ ഇല്ല മറ്റ് മൃഗാദികൾക്ക്. ഇന്റേണൽ ആയിട്ട് നോക്കും. അപ്പോ സൂക്ഷ്മ ഇന്ദ്രിയമില്ല. അപ്പൊ എന്താ വെച്ചാൽ സുഖ ആസ്വാദനം കുറയും. മനുഷ്യനാണ് കൂടുതൽ ഇന്ദ്രിയങ്ങളുണ്ട്, അപ്പൊ കൂടുതൽ സുഖ ആസ്വാദനമുണ്ട്. മറ്റ് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ പക്ഷികൾ പറക്കുന്നു, നല്ല സുഖമാണ്, സുഖമായിട്ട് ജീവിക്കാലോ, പറന്നുമായി. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പക്ഷി എന്നുള്ള നിലയ്ക്ക് ഒന്ന് മനസ്സിനെ കൊണ്ടുപോയി നിന്നിട്ടെന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് ഭയം വിട്ടുമാറുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഭയമല്ലേ പക്ഷികൾക്ക്.
ചെറിയൊരു അനക്കം കേട്ടോട്ടനെ പറക്കും. അതേമാതിരി ഇപ്പൊ വിശന്നാൽ ഇപ്പൊ കണ്ടുപിടിക്കണം, കൂട്ടി വെച്ചതോ ചേർത്ത് വെച്ചതോ അങ്ങനെ ആരെങ്കിലും കൊണ്ട കൊടുക്കുക ഒന്നുമില്ലല്ലോ. ഇങ്ങനെ പക്ഷിമൃഗാദികൾ ഇപ്പൊ പറയേണ്ട കാര്യമില്ല, ജസ്റ്റ് ചിന്തിച്ചാൽ അറിയാം അതൊക്കെ. ഇങ്ങനെ പക്ഷിമൃഗാദികൾക്കൊക്കെ അതിൻ്റെതായ സുഖാസ്വാദനത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അപ്പോ വെളിപ്പെടുന്ന പാപപുണ്യങ്ങള് ഒരളവിൽ ഏകദേശം ഒരുപോലെ ആകുമ്പോഴാണത്രേ മനുഷ്യജന്മം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്. ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും എന്നാ പറഞ്ഞത്. പാപപുണ്യങ്ങൾ ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും, അപ്പോഴാണ് മനുഷ്യ ശരീരം ലഭിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ജനിച്ച മനുഷ്യൻ വീണ്ടും കർമ്മം ചെയ്ത് പാപപുണ്യങ്ങളെ ശേഖരിക്കുന്നു. കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല, അനുനിമിഷം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാപപുണ്യങ്ങളെ ശേഖരിക്കുന്നു. ഇങ്ങനെ ശേഖരിക്കപ്പെട്ട പല ജന്മങ്ങളിലായി സ്വരൂപിച്ച ആ കർമ്മഫലത്തെയാണ്, കർമ്മഫലങ്ങൾ വന്നില്ല, അവിടെ ഇരിക്കുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കൂട്ടി വെച്ചിട്ടുണ്ട്, ഒരു സഞ്ചിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതാണ് സഞ്ചിത കർമ്മം. സഞ്ചി എന്നുള്ള പേര് അതിനുണ്ട്. സഞ്ചി, അതിൽ ഈ സഞ്ചിത കർമ്മം എന്നുള്ളിൽ നിന്നായിരിക്കും ഒരു പക്ഷേ സഞ്ചി എന്ന് പറഞ്ഞ പേര് വന്നത്. സാധനം മേടിക്കുന്നതിന്റെ അതിനകത്ത് ഇട്ട് കൊണ്ടുവരുമ്പോ ധാരാളം സൂക്ഷിക്കാലോ എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പൊ അതാണ് സഞ്ചിത കർമ്മം. ഇതിങ്ങനെ അക്കുമുലേറ്റ് ചെയ്തിരിക്കുക, ജന്മജന്മങ്ങളായിട്ട് ഇങ്ങനെ കൂട്ടി 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 വന്നിരിക്കുകയാണ്. അത് എത്രയാണെന്ന് കണക്കാക്കിയെടുക്കാൻ സാധിക്കില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. എത്രയാണെന്ന് കണക്കാക്കാനേ പറ്റില്ലെന്ന് പറയും. ഈ സഞ്ചിത കർമ്മത്തിൽ നിന്ന്, ഇങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്ന കർമ്മത്തിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ വെളിപ്പെടുള്ളൂ എന്ന് പറയും. കാരണം നമ്മളിവിടെ നമ്മുടെ ലൈഫ് സ്പാൻ, ഒരു മനുഷ്യന്റെ ജീവിതം ഒരു 100 വയസ്സെന്നൊക്കെ നമുക്ക് പറയാം ചിലപ്പോൾ. എന്നാൽ ആവറേജ് നോക്കുമ്പോൾ 85, 90 ആവറേജ് അത്രയൊക്കെ കാണുന്നുള്ളൂ. 100, 120 വരെയൊക്കെ ആയുസ്സുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഈ സ്പാനിനകത്ത് അനുഭവിച്ച് തീരുന്ന പാപപുണ്യങ്ങളെ മാത്രമേ സഞ്ചിതത്തിൽ നിന്ന് എടുത്തിങ്ങോട്ട് വിടുന്നുള്ളൂ. ഈ ലോ ഓഫ് കർമ്മ, ആ ബ്രഹ്മം ലോ ഓഫ് കർമ്മ അനുസരിച്ച് ഈ വരുന്ന ജീവന് ഇത്രയും വർഷത്തിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കർമ്മഫലങ്ങളെ മാത്രമാണ് ഇങ്ങോട്ട് കയറ്റി വിടുന്നത്. അപ്പോ ആ ശേഖരിച്ചു വെച്ചത് അങ്ങ് കുന്നുകണക്കിന് കൂനക്കണക്കിന് അവിടെ ഇരിക്കുവോ? അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വിടും. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും കുറേ ചെയ്യും. കുറേ ചെയ്യുമ്പോ വീണ്ടും ആ ഫലങ്ങൾ വരാനുള്ള, കിട്ടാനുള്ള അദൃഷ്ടങ്ങൾ ഇങ്ങനെ കൂടുകയല്ലേ. ദൃഷ്ടമായിട്ടുള്ളതല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അദൃഷ്ടങ്ങൾ ഇങ്ങനെ കൂടും. ഈ അദൃഷ്ടങ്ങളെല്ലാം സഞ്ചിതത്തിൽ പോയി ചേരും. അപ്പോ ഈ സഞ്ചിതത്തിൽ നിന്ന് ഈ ജന്മം അനുഭവിക്കാനായിട്ട് പാപമോ പുണ്യമോ പുറത്ത് എടുത്ത് തന്നിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മഗതി, പ്രാരബ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സഞ്ചിതത്തിൽ നിന്ന്, കണക്കാക്കാൻ പറ്റാത്ത അത്രയും സഞ്ചിതത്തിൽ നിന്ന് ഈ ജന്മം അനുഭവിക്കുന്നതിനായിട്ട് എടുത്ത് തന്നിരിക്കുന്നതാണ് പ്രാരബ്ധം. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഈ പ്രാരബ്ധമാണ് ഇപ്പോഴത്തെ ഈ മനുഷ്യ ജന്മത്തിന് കാരണം. സഞ്ചിതത്തിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എടുത്ത് വെച്ചിരിക്കുന്ന ഈ പ്രാരബ്ധമാണ് ഈ ഇപ്പോഴത്തെ മനുഷ്യജന്മത്തിന് കാരണമായിരിക്കുന്നത്. പ്രകർഷേണ ആരബ്ധ എന്നാ പറയുന്നത്. അതായത് നന്നായി വെളിപ്പെട്ടത്, അതാണ് പ്രാരബ്ധം. പ്രകർഷേണ ആരബ്ധ, പ്രാരബ്ധം നന്നായി വെളിപ്പെട്ടത്. എന്തുകൊണ്ടാണ് കുറച്ചു മാത്രം വെളിപ്പെട്ടത് എന്നതിന് മറുപടി പറയാൻ പറ്റില്ല. അതൊക്കെ അനിർവചനീയമാണ്. ഇപ്പൊ കോഴിയാണോ ആദ്യം ഉണ്ടായത്, മുട്ടയാണോ ആദ്യം ഉണ്ടായത്, മറുപടി ആർക്കും പറയാൻ പറ്റില്ല. അതൊക്കെ അനിർവചനീയം ആണ്. ബ്രഹ്മത്തെ കുറിച്ച് പറയുമ്പോഴും തന്നെയാ പറയുക, എന്താണ് അനിർവചനീയം, ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ് എന്ന് ശാസ്ത്രം പറയുന്നു. പരീക്ഷിച്ചു നോക്കൂ, അനുഭവിച്ചു കണ്ടറിയൂ എന്നേ പറയാൻ പറ്റൂ. അപ്പോ കുറച്ച് മാത്രമേ വെളിപ്പെട്ടുള്ളൂ. അതെങ്ങനെയാ വെളിപ്പെടുത്തുന്നത്? ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കാനോ പറയാനോ പറ്റില്ല. ഇത്രയും വരെ അറിയാൻ പറ്റും.
ആ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് അറിയാൻ പറ്റും. എന്താ വെച്ചാൽ ഇതിനിപ്പോ സയന്റിഫിക് ആയിട്ടും ഒരുപാട് പുനർജന്മത്തെ കുറിച്ചുള്ള കഥകളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കേൾക്കുന്നുണ്ട്. ശരിയായിട്ടുള്ള കാര്യങ്ങൾ എത്രയോ ഉണ്ട്. കുറെ ഇംഗ്ലീഷ് ബുക്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിനൊക്കെ കുറിച്ച്, നല്ല നല്ല പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. അപ്പോ പ്രാരബ്ധം എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, നമുക്ക് ചോയ്സ് ഇല്ലാത്ത ചില സിറ്റുവേഷൻ ഉണ്ടാകും. അതാണ് പ്രാരബ്ധത്തിന്റെ പ്രത്യേകത. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. നമുക്ക് ചോയ്സ് ജീവിതത്തിൽ, മനുഷ്യജന്മത്തിൽ ചോയ്സ് ഉണ്ട്. പക്ഷേ പ്രാരബ്ധം ചോയ്സ് ഇല്ലാത്ത ചില സിറ്റുവേഷനെ ഉണ്ടാക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു ചോയ്സും പറ്റത്തില്ല. അവിടെ പ്രവർത്തിച്ചേ പറ്റുള്ളൂ, അനുഭവിച്ചേ പറ്റുള്ളൂ. ഏതു തരം സുഖദുഃഖത്താൽ ആ പ്രാരബ്ധം എന്ന കർമ്മഫലം തീരുമോ, അങ്ങനെയുള്ള സുഖദുഃഖങ്ങളെയാണ് അത് തരിക. തീരണ്ടേ, ആ ഫലം വന്ന് അനുഭവിച്ച് തീരണ്ടേ. അപ്പോ അതിനുള്ള രീതിയിലാണ് ഇത് തരിക. അവിടെ നമുക്ക് ചോയ്സ് കിട്ടില്ല. വരുന്നത് പോലെ അനുഭവിക്കുക എന്നേ അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ അനുഭവിക്കുമ്പോഴും നാം വെറുതെ ഇരിക്കുന്നില്ല. വെറുതെ ഇരിക്കാൻ പാടില്ല. അതും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഇരിക്കാൻ പാടില്ല, അകർമ്മം പാടില്ല, മിണ്ടാതിരിക്കാൻ പാടില്ല. അപ്പോ ഇങ്ങനെ പ്രാരബ്ധത്തെ ചോയ്സ് ഇല്ലാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും നാം കർമ്മങ്ങൾ ചെയ്യും, പുതുതായി ചേർക്കുകയും ചെയ്യും. ആ സമയത്തും ഇല്ലേ, നല്ല കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സാധാരണ നിലയ്ക്ക് എന്ത് ചെയ്യും, കുറെ വഴിപാടുകള്, കാര്യങ്ങള് ഒക്കെ ചെയ്യും. അതിനൊക്കെ അദൃഷ്ടഫലമായ പുണ്യം ഉണ്ടാകുമല്ലോ, ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. ഓരോ കർമ്മത്തിനും ഉണ്ട്. അപ്പോ കുറെ പ്രായശ്ചിത്തങ്ങൾ ചെയ്യും, അതിനൊക്കെ പുണ്യങ്ങൾ ഉണ്ടാവും. ഈ പുണ്യമൊക്കെ സഞ്ചിതത്തിൽ പോയി ചേരും. അതേസമയം ചിലരെന്ത് ചെയ്യും, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഭയങ്കരമായ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോ നല്ല ഫെയർ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവർ, നല്ലതായിട്ട് ജീവിച്ചിരുന്നവരായിരിക്കാം. പ്രാരബ്ധവശാൽ പെട്ടെന്നൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നു, ഇയാളുടെ മനസ്സങ്ങ് മാറിയിട്ട്, കാരണം നല്ല ശിക്ഷണമോ നല്ല ഗുരുക്കന്മാരോ ഇല്ലാതെ പോയിരിക്കാം. അപ്പോൾ ആ മനസ്സ് സത്കർമ്മങ്ങളുടെ വഴിയിൽ നിന്ന്, അയാള് സത്സംഗമൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കാം, പെട്ടെന്ന് അയാളുടെ മനസ്സ് വഴിമാറി മോശമായ രീതിയിൽ കൈക്കൂലി മേടിക്കുക, അങ്ങനെയുള്ള പ്രവണതകളിൽ പോയി പെട്ടെന്ന് ധനം സമ്പാദിക്കാനുള്ള മോഹത്തോടുകൂടി മറ്റുള്ളവരെ പറ്റിക്കുക, മറ്റുള്ളവരിൽ നിന്ന് അപഹരിക്കുക, എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ധനത്തെ നമ്മുടെ കയ്യിലേക്ക് വരിക എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച് പാപത്തെ, അദൃഷ്ടബലമായ പാപത്തെ, അപ്പൊ സമ്പത്തൊക്കെ വരുമായിരിക്കാൻ കയ്യിൽ നമ്മൾ കാണാറുണ്ടെങ്കിൽ എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് തോന്നും, അപ്പോ സാധാരണ നമുക്ക് തോന്നുന്നവരാണ്, ഇയാൾ എത്ര അധർമ്മിയായിട്ട് ജീവിക്കുന്നു, എന്തുമാത്രം സമ്പത്ത്, എന്തെല്ലാം സുഖസൗകര്യങ്ങൾ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അതിൻ്റെയൊക്കെ അദൃഷ്ടബലം ഉണ്ട്. അതെങ്ങനെയാ, അതിനെന്താ തെളിവ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കൺമുന്നിൽ തന്നെ ധാരാളം തെളിവുണ്ട്. ചില കുട്ടികൾ അംഗവൈകല്യത്തോടെ ജനിക്കുന്നു. നമ്മൾ ചോദിക്കും, ഈ കുഞ്ഞ് എന്ത് ചെയ്തിട്ടാ ഈശ്വര ഇങ്ങനെയൊരു ജന്മം? അല്ലെങ്കിൽ പറയും, ആ അച്ഛനും അമ്മയും നല്ലതായിട്ട് ജീവിക്കുന്നതായിരിക്കും, ഇപ്പോ നമ്മുടെ കൺമുന്നില് നല്ലവരായിരിക്കാം, പക്ഷെ അവരുടെ വീട്ടിൽ കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ പറയും, ഈശ്വര ഇവരെന്ത് ചെയ്തിട്ടാണ്, എന്ത് തെറ്റാണ് ഇവര് ചെയ്തത്, ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഇവരുടെ വീട്ടിൽ ജനിപ്പിച്ചത് എന്തിനാണ് ഭഗവാനെ, ക്രൂരതയല്ലേ എന്ന് നമ്മൾ പറയും. അതുമാതിരി നല്ല സാത്വികനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് ഒരു ക്യാൻസറോ അങ്ങനെയുള്ള വലിയൊരു അസുഖം വരുന്നു, ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു, വീടും പറമ്പും എല്ലാം വിറ്റ് ചികിത്സയ്ക്ക് പോകുന്നു. നമ്മൾ എന്ത് പറയും, രാവും പകലും ഭഗവാനെ ഭജിച്ചിരുന്ന ഇയാൾക്ക് ഇങ്ങനെ വന്നല്ലോ, എന്ത് ഈശ്വരൻ, അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ കർമ്മഗതിയെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കർമ്മഗതിയാണ്. പക്ഷെ ഈ സത്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മുക്തി നേടാം. അതായത് അപ്രതീക്ഷിതമായിട്ട് ചില സംഭവ വികാസങ്ങൾ, ശോകമായിട്ടും ദുഃഖമായിട്ടുള്ള സംഭവ വികാസങ്ങൾ വരുമ്പോൾ, ഇത് എൻ്റെ പൂർവജന്മ ദുരിതമാണ് ഞാൻ അനുഭവിക്കുന്നത്, പൂർവജന്മത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുകളുടെ അദൃഷ്ട ഫലം, പാപമായിട്ട് ഉള്ള അദൃഷ്ടഫലമാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഈ സമയം
ഞാൻ തിരിച്ചറിവുണ്ടായതിന്റെ പേരിൽ, ശാസ്ത്രങ്ങൾ നല്ല വഴി കാണിച്ചു തന്നതിന്റെ പേരിൽ, ഗുരുനാഥന്മാർ നല്ല വഴി പറഞ്ഞു തന്നതിന്റെ പേരിൽ, സത്സംഗത്തിൽ പല കാര്യങ്ങളും മനസ്സിലാക്കിയതിന്റെ പേരില് ഞാൻ മനസ്സിൽ ദുഃഖിച്ചാലും മോശമായ പ്രവൃത്തികൾ ചെയ്യാതെ നിരന്തരം നാമജപത്തിലൂടെയും തീർത്ഥാടനത്തിലൂടെയും ഭഗവത് കഥാശ്രവണത്തിലൂടെയും മറ്റും ഈ സമയം ഞാൻ കടന്നു പോകണം എന്ന് നിശ്ചയിക്കുന്നതാണ് ശരിയായിട്ടുള്ള വിവേകം. അങ്ങനെയാണ് ആ സമയത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. അങ്ങനെയുള്ളവർ നമുക്ക് ധാരാളം നമ്മുടെ മുമ്പിൽ കാണാനും പറ്റും. പലരും ഉണ്ട് നമ്മുടെ മുമ്പിൽ നന്നായിട്ട് പറയുന്നത്, ഒരു കർമ്മഫലം നമ്മള് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തതായിരിക്കാം, സാരമില്ല, കടന്നു പോകും, കുറച്ചു കാലം ഇങ്ങനെയൊക്കെ കടന്നു പോട്ടെ, നേരത്തെ സുഖമായിട്ട് ജീവിച്ചാണല്ലോ, ഇപ്പോഴല്ലേ ഒരു കഷ്ടപ്പാട് വന്നത്, സാരമില്ല, കടന്നു പോകട്ടെ, ഇതും കടന്നു പോകും, ഈ ദിനവും കടക്കും, അങ്ങനെ പറയുമല്ലോ, ഇതും കടന്നു പോകും, ഇതും കടന്നു പോകും. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ കൂടി ഈ കാര്യങ്ങളെ സ്വീകരിക്കും. ഇതിനാണ് ഈ കർമ്മ തിയറി അറിയണം എന്ന് പറയുന്നത്. അറിയാതെ കണ്ട് ഇതൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ സ്പിരിച്വലായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം, ആത്മീയത മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് പോകുമ്പോ ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ അനുഭവിക്കുമ്പോഴും, പ്രാരബ്ധത്തെ ദുഃഖമായിട്ട് അനുഭവിക്കുമ്പോഴും, മറ്റേത് നമ്മൾ പറയാറില്ല, ഏത് നല്ല സുഖമായിട്ടിരിക്കുമ്പോ പ്രാരബ്ധം കൊണ്ട് നല്ല സുഖം വന്നിരിക്കുന്നു നമ്മൾ ആരും പറയാറില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാറില്ല. സുഖം നമ്മുടെ കഴിവുകൊണ്ട് കിട്ടിയെന്ന് മാത്രമേ വിചാരിക്കുള്ളൂ. ശരിയാണ്, നമ്മുടെ കഴിവ് തന്നെയാണ്, ഈ ജന്മത്തിലല്ല, പഴയ ജന്മങ്ങളിലാണെന്ന് മാത്രം. അപ്പോ ആ സമയത്ത് വേണ്ടാത്ത പ്രവൃത്തികൾ കണ്ടമാനം ചെയ്യുകയും ചെയ്യും. കാരണം അന്നേരം മതം, മാത്സര്യം ഒക്കെ മനസ്സിൽ വരും, അധികാരമുണ്ടാവും, സുഖം, ഇതൊക്കെ പുണ്യം കൊണ്ട് നേടിയിരിക്കുന്ന. അപ്പൊ അധികാര ദുർവിനിയോഗം ചെയ്യും. അതൊക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ കാണുമ്പോൾ പല അധികാരത്തിലിരിക്കുന്നവരും അവരുടെ പൂർവ്വജന്മ സുഹൃതം കൊണ്ടാണ് അധികാരത്തിൽ വരുന്നത്. എന്നിട്ടോ ഇപ്പൊ ചെയ്യുന്നതെല്ലാം അതിനെതിരായ കാര്യങ്ങളും അദൃഷ്ടപാപങ്ങളെ കൂട്ടിവെക്കുന്ന പ്രവൃത്തികളും. അതുകൊണ്ടാണ് പറയുന്നത്, പുണ്യവും ആഗ്രഹിക്കരുത്, ഒന്നും ആഗ്രഹിക്കരുത്, എല്ലാം നിഷ്കാമമായിട്ട് ചെയ്യുക. ഒന്നിനെടുത്താൽ അടുത്ത ജന്മത്തില് പുണ്യം കൂട്ടിവെച്ച് അടുത്ത ജന്മത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നമ്മളീ കാണുന്ന പോലെയുള്ളൊരു മാനസികാവസ്ഥ അന്ന് വന്ന് പെടില്ലെന്ന് തന്നെ ഉറപ്പ്. സാഹചര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെ കൊണ്ടെത്തിക്കാം. അന്ന് വിവേകം പ്രവർത്തിച്ചോളന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊന്നും ആഗ്രഹിക്കരുത്. അടുത്ത ജന്മം എനിക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടിയാൽ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നും. ഭഗവാൻ ഇപ്പൊ എനിക്ക് കഷ്ടപ്പാടാണ്, ഭഗവാനെ വിചാരിക്കാൻ നേരമില്ല, അടുത്ത ജന്മത്തിൽ ഭഗവാനെ എനിക്ക് നല്ല ഒരു ജന്മം തരണേ, ഞാൻ അന്നേരം 24 മണിക്കൂറും ഭഗവാനെ ഭജിച്ചോളാം, ഞാൻ അങ്ങോട്ട് പൊക്കോളാം, ഇങ്ങോട്ട് പൊക്കോളാം, ഗംഗയിൽ പൊക്കോളാം, ഹരിദ്വാറിൽ പൊക്കോളാം, ഞാൻ എല്ലാം ചെയ്തോളാം ഭഗവാനെ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ അടുത്ത ജന്മത്തിൽ ഇതൊന്നും ചെയ്തോളാം എന്ന് യാതൊരു കണ്ടീഷനും ഇല്ല. എന്താ ഇതൊന്നും ഓർത്തോണ്ടല്ലോ പിന്നെ വരുന്നത്, ഓർമ്മയൊന്നും ഇല്ലല്ലോ. ഇവിടെ വന്ന് പുതിയതായിട്ടൊരു ജീവിതമാണ് നടക്കുന്നത്. അന്നേരം ശാസ്ത്രമൊന്നും അറിയൂല, എങ്ങും ബോധത്തുമില്ല, സുഖമായിട്ടില്ല. സുഖ സൗകര്യങ്ങളിൽ ഇരിക്കുന്ന ആരും ഇങ്ങനെ പഠിക്കാനായിട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. വളരെ റയർ. അവരൊക്കെ അജ്ഞാനികളായിട്ട് മാറുകയും ചെയ്യും. അല്ലാതെ ഉള്ളവരൊന്നും ആരും വരുന്നില്ല. കഷ്ടപ്പാടിലല്ലേ ഭഗവാനെ വിളിക്കുന്നത്. അതല്ലേ കുന്തി ദേവി പറഞ്ഞ, ഭഗവാനെ എനിക്ക് കഷ്ടപ്പാട് തരൂ എന്ന് പറഞ്ഞു ഭഗവാനെ വിളിക്കാൻ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആ സുഖ സൗകര്യങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും അത് വീണ്ടും വലിയ ഒരു ആത്മീയ നേട്ടത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നത് കാണാറില്ല സാധാരണ ലോകത്തില്. അതുകൊണ്ട് നമ്മള് വളരെ ശ്രദ്ധാപൂർവം കർമാധികാരിയെ അറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോ ഈ പ്രാരബ്ധം അനുഭവിക്കുമ്പോഴും വെറുതെ ഇരിക്കുന്നില്ല, ആ സമയവും കർമ്മം ചെയ്യുന്നുണ്ട്. ആ കർമ്മങ്ങൾ പുണ്യം ശേഖരിക്കുന്നതായി മാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം. അപ്പോ പുതിയതായി കർമ്മം ചെയ്ത് ചേർക്കുമ്പോൾ നമ്മൾ കർത്താവുമാണ്, ഭോക്താവുമാണ്, രണ്ടും നമ്മൾ തന്നെയാണ്. ഇപ്പോൾ ചേർക്കുന്ന പുതിയ കർമ്മത്തിന്, അതിന്റെ പുതിയ കർമ്മത്തെ ഇപ്പോൾ നമ്മൾ ചെയ്ത് ചേർക്കുന്നു. ഈ പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് പുതിയ കർമ്മങ്ങളെ ചേർത്ത് ചെയ്തുകൊണ്ട് അതിന്റെ ഫലത്തെ ചേർത്ത് വെക്കുന്നതിന് ആഗാമി എന്ന് പേര്. ആഗാമി കർമ്മം, അതിനാണ് പറയുന്നത് ആഗാമി. അങ്ങനെ പാപപുണ്യം എന്ന പേരില് അദൃഷ്ടമായ കർമ്മഫലം ഉണ്ടാകുന്നു. എത്ര നാൾ എന്നാൽ ഈ വെളിപ്പെട്ട പ്രാരബ്ധത്തിന് യോജിച്ച തരത്തില് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ ആഗാമിയാണ്. അപ്പൊ 3 കർമ്മം നമ്മളിപ്പോ നോക്കി. സഞ്ചിത കർമ്മം, പഴയ ജന്മങ്ങളില് ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്ന പാപ പുണ്യ
ഫലങ്ങൾ. അതിൽ നിന്ന് ചെറിയൊരംശമെടുത്ത് ഈ ശരീരം എടുത്ത് ഭൂമിയിൽ വരാൻ കാരണമായത് ആ കർമ്മത്തിന്റെ പേര്, ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മത്തിന്റെ പേര് പ്രാരബ്ധം. ഈ പ്രാരബ്ധം എന്ന സഞ്ചിതത്തിൽ നിന്നെടുത്ത ആ ഭാഗത്തെ പാപപുണ്യത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ തരുന്ന പാപപുണ്യഫലങ്ങളെ ആഗാമി എന്ന് പറയുന്നു. ഈ ആഗാമിയും അദൃഷ്ടമായതുകൊണ്ട്, ദൃഷ്ടം അദൃഷ്ടം വരുമല്ലോ, എല്ലാത്തിലും അദൃഷ്ടം വരുമല്ലോ, ആ അദൃഷ്ടം മുഴുവൻ വീണ്ടും സഞ്ചിതത്തിൽ പോയി ചേരും. ഈ ശരീരം വിടുമ്പോ അത് ചേരുന്നത് അവിടെയാണ്, വേറെ എവിടെയെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ തന്നെ പോയി ചേരും. നമ്മൾ ചെയ്യുന്ന അദൃഷ്ടങ്ങളെല്ലാം നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരീരം വിടുമ്പോൾ അതവിടെ കറക്റ്റ് എല്ലാം ഓക്കെ ആക്കി അവിടെ വയ്ക്കും. അതിൽ നിന്ന് വീണ്ടും ഒരു ജന്മത്തിന് ആവശ്യമുള്ള എത്ര വയസ്സ് കണക്കാക്കുന്നു അതിനനുസരിച്ച് ആ കർമ്മ തിയറി നടപ്പാക്കുന്ന ആ സർവേശ്വരൻ, സർവവ്യാപി, ആ അന്തര്യാമി എന്ത് ചെയ്യും? ആവശ്യമുള്ള കുറച്ച് വളരെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് തരും. അന്ന് അത് വീണ്ടും പ്രാരബ്ധമായി ഈ സൈക്കിൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് 3 തരം കർമ്മങ്ങള്. നമ്മുടെ മരണവും ഈ വെളിപ്പെട്ട കർമ്മഫലം അനുസരിച്ച് തന്നെ ആയിരിക്കും. ഈ കർമ്മഫലം, വെളിപ്പെട്ട കർമ്മഫലം, പ്രാരബ്ധം അനുഭവിച്ച് തീരുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ, അതായത് ഈ ശരീരം തരുമ്പോ ഒരു കാലം നിശ്ചയിക്കപ്പെടുന്നുണ്ട് ശാസ്ത്രത്തിൽ. ആ കാലം എത്തുന്നതിന് മുമ്പേ ഏതെങ്കിലും തരത്തിൽ ഈ ശരീരം നഷ്ടപ്പെട്ടാൽ, അത്രയും കാലം ഒരു കാലം വെച്ചിട്ടുണ്ടാവില്ല, നേരത്തെ തീരുമാനിച്ചു ജനിക്കുമ്പോൾ, അത്രയും കാലം ജീവിക്കാൻ പറ്റാതെ വരുമ്പോ ഈ ജീവൻ ഇത് പൂർണ്ണമാക്കാൻ പറ്റാതെ കണ്ടാണ് ഈ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. അതിന് ഉടനെ അടുത്ത ശരീരം എടുക്കാൻ പറ്റില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. പലതരത്തിലും പറയുന്നവരുണ്ട്. നമ്മളിപ്പോ പഠിക്കുന്ന ഒരു ശാസ്ത്രത്തില് ഇങ്ങനെ ശരീരം അപകടപ്പെട്ടൊക്കെ പോയാൽ ആ ആത്മാവിന്, ആ ജീവന് ഉടനെ ഒരു ശരീരം ലഭിക്കില്ല. കാരണം 50 വയസ്സ് വരെയാണ് ജീവിക്കാൻ വെച്ചിരുന്നത്, 30ാമത്തെ വയസ്സിലാണ് മരണപ്പെടണേ ശരീരം പോകുന്നത് എങ്കിൽ ബാക്കി 20 വർഷം അവിടെ കിടപ്പുണ്ട്. ആ 20 വർഷം തീരുമ്പോഴേ പുതിയ ശരീരം ലഭിക്കുകയുള്ളൂ എന്ന് ശാസ്ത്രം പറയുന്നതായിട്ട് ഗരുഡ പുരാണം അങ്ങനെയുള്ള പുരാണങ്ങളിലൊക്കെ പറയുന്നതായിട്ട് പറയുന്നു. ആചാര്യന്മാർ പറഞ്ഞ അറിവേ നമുക്കുള്ളൂ. ഇതൊന്നും നമുക്ക് നേരിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് പരമ്പരയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നമുക്ക് അറിവ്. ആചാര്യന്മാരിങ്ങനെയാണ് പറയുന്നത്. അപ്പോ അത്രയും കാലം ആ ജീവൻ ഈ ഭൂമിയിൽ ഉണ്ടാകും എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ പിതൃകർമ്മങ്ങള്, ഇങ്ങനെ ബലികർമ്മങ്ങൾ, മരണപ്പെട്ടവർക്കുള്ള കർമ്മങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യണം എന്ന് ശാസ്ത്രം പറയുന്നതിന്റെ ബേസും അതാണ്. അതുകൊണ്ടാണ് മരണാനന്തര കർമ്മങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യണം എന്ന് എല്ലാ ഗുരുനാഥന്മാരും പറയുന്നത്. അപ്പോ നമ്മുടെ പ്രാരബ്ധത്തെ ബലമെന്നും ബലഹീനമെന്നും 2ആയിട്ട് തിരിക്കുന്നുണ്ട്. കൂടുതൽ ഈ കർമ്മങ്ങളെക്കുറിച്ച് തന്നെ ഉള്ള കൂടുതൽ കാര്യങ്ങൾ ഇനിയും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോക്കാം. നമ്മുടെ സമയം എത്രയായി? അടുത്ത ദിവസം ഈ കർമ്മഗതിയുടെ കുറച്ചുകൂടെ വിശദമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഭഗവാൻ അനുഗ്രഹം കൊണ്ട് അടുത്ത ദിവസം മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ വളരെയധികം മനസ്സിന് സമാധാനം തരുന്ന കാര്യങ്ങളുമാണ്. അതിന് ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം ഇത് ഉള്ളിൽ ചെല്ലാനും മനസ്സിലാക്കാനും. മാത്രമല്ല പ്രാവർത്തിക ജീവിതത്തിൽ ഇതിനെ അപ്ലൈ ചെയ്യാനും ആ ഭഗവത് അനുഗ്രഹം കൂടിയേ തീരൂ. ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം. എല്ലാവർക്കും സായിറാം. അടുത്ത ദിവസം തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു.
അർപ്പണമസ്തു. സായിരാം സർ. സായിരാം സർ. സായിരാം.